Hi everyone. Today we are going to discuss the topic determination of coefficient of permeability of soil. Coefficient of permeability is a measure of soil permeability. It describes how easily a liquid will move through a soil. ഒരു സോയിലിലൂടെ എത്ര ഈസിനെസ്സിലാണ് ഒരു ലിക്വിഡ് സോയിലിലൂടെ മൂവ് ചെയ്യുന്നത് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ഓഫ്. It is also commonly referred to as the hydraulic conductivity of the soil. സോയിലിൻ്റെ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി എന്നും നമ്മൾ ഈ കോഎഫിഷ്യൻ ഓഫ് പെർമിയബിലിറ്റിനെ റെഫർ ചെയ്യും. ദാറ്റ് ഈസ് കോഎഫിഷ്യൻ ഓഫ് പെർമിയബിലിറ്റി ഈസ് ആൾസോ കോൾഡ് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി. ഇൻ ലാബ് കോഎഫിഷ്യൻ ഓഫ് പെർമിയബിലിറ്റി ലാബ് എക്സ്പെരിമെൻറ്റ്സിൽ കോഎഫിഷ്യൻ ഓഫ് പെർമിയബിലിറ്റി ഓഫ് സോയിൽ കണ്ടുപിടിക്കാനായിട്ട് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് വേരിയബിൾ ഹെഡ് or falling head permeability test. Second one is constant head permeability test. ഈ രണ്ട് ടെസ്റ്റും വെച്ചിട്ടാണ്, ഈ രണ്ട് മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ലാബിൽ കോഎഫിഷ്യൻ ഓഫ് പെർമിയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ രണ്ട് ടെസ്റ്റും മെഷർ ദി എമൗണ്ട് ഓഫ് വാട്ടർ ദറ്റ് ഗോസ് ത്രൂ എ സോയിൽ സാമ്പിൾ. ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവെല്ലിൽ ഈ സോയിൽ സാമ്പിളിലൂടെ എത്ര എമൗണ്ട് വാട്ടർ ഫ്ലോ ചെയ്യുന്നുള്ളതാണ് ഈ രണ്ട് ടെസ്റ്റും മെഷർ ചെയ്യുന്നത്. അതിൽ നമ്മൾ കോൺസ്റ്റന്റ് ഹെഡ് മെത്തേഡ് എന്ന് പറയുന്നത് കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ബിക്കോസ് അത് കുറച്ചുകൂടി നമുക്കറിയാം കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസ് പെർവിയസ് ആണ്, കൂടുതൽ കുറച്ചുകൂടി പെർമിയബിൾ ആണ് ആൻഡ് പെർവിയസ് ആണ്, കാരണം അതിന് ലാർജർ വോയിഡ്സ് കാരണം. എന്നാൽ വേരിയബിൾ ഹെഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫാളിംഗ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സ്മോൾ ഗ്രെയിൻഡ് സോയിൽസിനാണ്, കാരണം അത് ലെസ് പെർവിയസ് ആണ്. അവരുടെ പുവർലി കണക്റ്റഡ് ആയിട്ടുള്ള വോയിഡ് സ്ട്രക്ചർ കാരണം ഫൈൻ സ്മോൾ ഗ്രെയിൻഡ് സോയിൽസ് ലെസ് പെർവിയസ് ആണ്. സോ വേരിയബിൾ ഹെഡ് ടെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സ്മോൾ ഗ്രെയിൻഡ് സോയിൽസിനാണ്. നമുക്ക് ആദ്യം കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ടെസ്റ്റ് നമ്മൾ പറഞ്ഞു, ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് പെർഫോം ചെയ്യുന്നത് ഗ്രാനുലാർ ആയിട്ടുള്ള സോയിൽസിലാണ്, അതായത് കോഴ്സ് ഗ്രെയിൻഡ് ആയിട്ടുള്ള സോയിൽസിലാണ് നമ്മൾ കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. അതായത് സച്ച് സാൻഡ് പോലെയുള്ള കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസിലാണ് നമ്മൾ കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി മെത്തേഡ് പെർഫോം ചെയ്യുന്നത്. ബിക്കോസ് ഈ ഒരു ഗ്രാനുലാർ സോയിൽസിൽ ക്വാണ്ടിറ്റി ഓഫ് ഡിസ്ചാർജ് ഓഫ് ലിക്വിഡിൻ്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒരുപാട് ലാർജ് ആയിരിക്കും. സോ നമുക്ക് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി മെത്തേഡ് ഗ്രാനുലാർ സോയിൽസിൽ പെർഫോം ചെയ്യാൻ സ്യൂട്ടബിൾ ആണ്. ഈ ഒരു ടെസ്റ്റ് പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയോമീറ്റർ. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള മൗൾഡ് ഉണ്ടായിരിക്കും, ഒരു പെർഫെക്റ്റ് സിലിണ്ടർ ഉണ്ടായിരിക്കും. ഈ സിലിണ്ടറിൻ്റെ രണ്ട് പോയിന്റ്സിൽ നമ്മൾ മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് 2 മാനോമീറ്റേഴ്സ് ഇറ്റ് കർവ്ഡ് സർഫസ്. ദെൻ ഈ ഒരു മൗൾഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, രണ്ട് ഫിൽറ്റർ ഡിസ്ക് അറ്റ് ദ ടോപ്പിലും ബോട്ടത്തിലും രണ്ട് ഫിൽറ്റർ ഡിസ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൗൾഡുമായിട്ട്. ആൻഡ് ഈ ഡിസ്ക് പോറസും അതുപോലെ ഹൈലി പെർമിയബിളും ആയിട്ടുള്ള രണ്ട് ഡിസ്കാണ്. ദെൻ നമ്മൾ ഈ ഒരു മൗൾഡ് സോയിൽ സാമ്പിൾ വെച്ച് ഫില്ല് ചെയ്യും. ദെൻ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇൻലെറ്റ് നമ്മളൊരു കോൺസ്റ്റന്റ് ഹെഡ് നൽകുന്നത്, കോൺസ്റ്റന്റ് ഹെഡ് വാട്ടർ റിസർവെയറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്ട്രുമെൻറ്റിന് ഇൻലെറ്റ് കണക്ട് ചെയ്യും. എന്നിട്ട് ഈ ഒരു സോയിൽ സാമ്പിളിലേക്ക് വാട്ടർ റിലീസ് ചെയ്യും. വാട്ടർ സോയിൽ സാമ്പിളിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ റിസർവെയറിൽ വാട്ടർ ലെവൽ ഒരുപാട് പെട്ടെന്ന് തന്നെ ഡിക്രീസ് ചെയ്യും, കാരണം ഹൈലി പെർമിയബിൾ ആയിട്ടുള്ള സോയിൽ സാമ്പിളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഒരു പ്രോപ്പർ അറേഞ്ച്മെൻറ്റോട് കൂടി നമ്മൾ ആ റിസർവെയറിലെ വാട്ടർ ലെവലിനെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ദെൻ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം സോയിൽ സാമ്പിളിനെ ഫുള്ളി സാച്ചുറേറ്റഡ് ആക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യത്തെ വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സോയിൽ സാമ്പിളിലൂടെ ഫ്ലോ ചെയ്യാനായിട്ട് അലോ ചെയ്യും. എന്നിട്ട് ഒരു സ്റ്റഡി ഫ്ലോ അറ്റൈൻ ചെയ്യുന്നത് വരെ ഈ ഒരു വാട്ടർ സോയിൽ സാമ്പിളിലൂടെ പാസ് ചെയ്യിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് അതായത് സോയിൽ സാമ്പിളിലൂടെ വാട്ടർ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം മാനോമീറ്റേഴ്സിലെ വാട്ടർ ലെവൽ ഹാസ് റൈസൺ അപ് ടു സം ഹൈറ്റ് വരെ റൈസ് ചെയ്യുന്നതായിട്ട് നോട്ട് ചെയ്യാം. ഈ ഒരു വാട്ടർ കോളത്തിലുള്ള ഹൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് ഈ മാനോമീറ്ററിലെ വാട്ടർ കോളത്തിലെ ഹൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ഹെഡ് അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് ദി വാട്ടർ ഇൻ ദ സോയിൽ സാമ്പിളിലെ ടോട്ടൽ ഹെഡ് അല്ലെങ്കിൽ ടോട്ടൽ എനർജിയാണ് ഓരോ ലെവലിലുള്ളത്. സോ ഈ ഒരു ഡിഫറൻസ് ഇൻ ഹൈറ്റിന് നമുക്ക് ഡെൽറ്റ എച്ച് എന്ന് ഡിനോട്ട് ചെയ്യാം. ഈ ഒരു ഡിഫറൻസ് ഇൻ ഹൈറ്റ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ആ ഒരു മാനോമീറ്റേഴ്സിലെ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ രണ്ട് പോയിന്റ്സിലുള്ള
രണ്ട് പോയിന്റ്സിലുള്ള വാട്ടറിൻ്റെ എനർജി ഡിഫറൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡെൽറ്റ എച്ച്. ഈ ഒരു ഡിഫറൻസ് ഓഫ് എനർജി ഓഫ് ദി വാട്ടർ ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ, അതായത് ഈ ഒരു ഡിഫറൻസ്, ഈ ഒരു വാട്ടറിൽ രണ്ട് ലെവൽസിലുള്ള വാട്ടറിൻ്റെ എനർജിയിൽ വരുന്ന ഡിഫറൻസ് ആണ് സോയിലിലൂടെ ഹൈ എനർജിയിൽ നിന്നും ലോ എനർജിയുള്ള പോയിന്റിലേക്ക് വാട്ടറിനെ ഫ്ലോ ചെയ്യാനായിട്ട് അനുവദിക്കുന്നത്. ദെൻ നമ്മൾ ഈ ഒരു ഡിഫറൻസ് ഇൻ ദ ഹെഡ് ഓഫ് ദീസ് മാനോമീറ്റേഴ്സിനെ ഡെൽറ്റ എച്ച് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു. ആൻഡ് ഈ രണ്ട് പോയിന്റ്സിലുള്ള ബിറ്റ്വീനിലെ ഡിസ്റ്റൻസ്, അതായത് രണ്ട് പ്രഷർ ഹെഡ് നൽകുന്ന രണ്ട് പോയിന്റ്സിൻ്റെയും ബിറ്റ്വീനുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എൽ എന്നും ഇൻഡിക്കേറ്റ് ചെയ്യും. ദെൻ നമ്മൾ ഈ ഒരു ഡിഫറൻസ് ഓഫ് ഹെഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ കീപ്പ് ചെയ്യും ബൈ കീപ്പിംഗ് ദ റിസർവെയറിലുള്ള വാട്ടർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു ഡിഫറൻസ് ഓഫ് ഹെഡ് ഇൻ ദ മാനോമീറ്റേഴ്സ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് കീപ്പ് ചെയ്യും. ദെൻ ഡിഫറൻസ് ഓഫ് ഹെഡ് ഡെൽറ്റ എച്ച് കോൺസ്റ്റൻ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രാജുവേറ്റഡ് ജാറ്, ഈ ഒരു ഔട്ട്ലെറ്റിൽ ഒരു ഗ്രാജുവേറ്റഡ് ജാറ് പ്ലേസ് ചെയ്യും. വാട്ടറിൻ്റെ സോയിൽ സാമ്പിളിലൂടെ വരുന്ന വാട്ടറിനെ കളക്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ഗ്രാജുവേറ്റഡ് ജാറ് ഈ ഒരു ഔട്ട്ലെറ്റിൽ കീപ്പ് ചെയ്യും. എന്നിട്ട് സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഈ ഒരു ജാറിൽ നമ്മളൊരു ഫിക്സഡ് ആയിട്ട് ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ ഈ ജാറിൽ കളക്ട് ചെയ്യുന്ന വാട്ടർ എത്രയാണെന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യും. ആ എമൗണ്ട് ഓഫ് വാട്ടർ ഫിക്സഡ് ടൈം ഇൻ്റർവെല്ലിൽ ഈ ജാറിൽ വന്ന് വീഴുന്ന എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ കളക്ട് ചെയ്യും. ദെൻ അത് എത്രയാണെന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യും. എന്നിട്ട് നമ്മൾ ഡാർസീസ് ലോ അപ്ലൈ ചെയ്യും. ദെൻ ഡാർസീസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും Q is equal to K into I into E. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് is equal to K into I, that is coefficient of permeability into hydraulic gradient. So discharge Q is equal to velocity into area, that is equal to coefficient of permeability into hydraulic gradient into area. Then നമുക്ക് ഈ ഒരു കേക്കുള്ള ഇക്വേഷൻ കിട്ടും. K is equal to Q by I into E. Here സ്മോൾ ലെറ്റർ Q എന്ന ഡിസ്ചാർജിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ Q ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതാം. സോ ക്യാപിറ്റൽ ലെറ്റർ Q is the discharge collected in time T. ദെൻ നമുക്ക് ഐനെ, അതായത് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഐനെ H by L എന്ന് എഴുതാം. അതായത് ക്യാപിറ്റൽ ലെറ്റർ I ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഹെഡ് ഡിഫറൻസ് ബൈ സീപ്പേജ് ലെങ്ത് എന്ന് എഴുതാം. ദറ്റ് ഈസ് H by L എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. സോ ഹിയർ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി K is equal to capital Q into L divided by area into head difference into T, time T. അപ്പോൾ നമുക്ക് Kനെ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഹിയർ നമുക്ക് Kനെ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇത്രയുമാണ് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് താങ്ക് യു.